കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പെസഹാപ്പം അഥവാ ഇൻട്രിയപ്പവും പാലുമാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമല്ലോ. വലിയ നോമ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായ പെസഹ ആണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അന്ത്യ അത്താഴവേളയിൽ സ്വന്തം ശരീരവും രക്തവും ബലിയായി നൽകി വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഈ ലോക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന അല്ലെങ്കിൽ ബലിയും വിരുന്നുമാണ് വിശുദ്ധ കുർബാന. നമുക്ക് പെസഹ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചേരുവകൾ: പച്ചരി പൊടിച്ചു വറുത്തത് 7 കപ്പ്, തേങ്ങ ചിരവിയത് 2.5 തേങ്ങ അല്ലെങ്കിൽ 5 മുറി തേങ്ങ, വെളുത്തുള്ളി മീഡിയം സൈസ് മൊത്തത്തിൽ 2 എണ്ണം, ജീരകം 2 ടേബിൾ സ്പൂൺ കഴുകി വാരിയത്, ചെറിയ ഉള്ളി 5 എണ്ണം, ഉഴുന്ന് 1 കപ്പ്, അതായത് നമ്മൾ അരി മെഷർ ചെയ്യുന്ന സെയിം കപ്പാണ് എടുക്കേണ്ടത്. അതൊന്ന് വറുത്തിട്ട് വെള്ളത്തിൽ കുതിരാൻ ഇടുക. ഏകദേശം 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഉണ്ടാക്കുന്ന വിധം: ആദ്യമേ വറുത്ത പൊടി ഒരു സാമാന്യം വലിയ പാത്രത്തിൽ എടുക്കുക. അതിലാണ് എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യുന്നത്. മിക്സി ജാറിൽ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കഴുകി വെച്ചിരിക്കുന്ന ജീരകം, കുറച്ച് തേങ്ങയും വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അത് പൊടിയിലേക്കിടുക. ബാക്കി തേങ്ങ മുഴുവൻ കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുത്ത് പൊടിയിലേക്കിടുക. ഉഴുന്ന് കഴുകി വാരി വെള്ളമൊഴിച്ച് അരച്ചെടുത്ത് മിശ്രിതത്തിലേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഏകദേശം 1 കപ്പ് തേങ്ങാപ്പാൽ എടുക്കുക. തേങ്ങാ പാൽപ്പൊടിയാണ് ഉള്ളതെങ്കിൽ അതിൽ 1 കപ്പ് വെള്ളത്തിൽ ഒഴിച്ച് കലക്കിയെടുത്താലും മതി. തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക. പോരാത്തതിന് വെള്ളവും ചേർത്ത് ഇളക്കി ഏകദേശം ഒത്തിരി ലൂസ് അല്ലാത്ത രീതിയിൽ കുഴച്ച് വെച്ച് പാത്രം അടച്ചു വയ്ക്കുക. എന്നിട്ട് 1 മണിക്കൂർ നേരം കഴിഞ്ഞ് മിശ്രിതം കുറച്ച് കുറുകിയാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഒന്നും കൂടെ മിക്സ് ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ കുരിശപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പച്ചമ്പ് എടുക്കുക. അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 2 തട്ടിലും വാഴയില വെച്ചിട്ട് അപ്പത്തിൻ്റെ മിശ്രിതം ഒരു തവി ഉപയോഗിച്ച് പരത്തി വെക്കുക. എന്നിട്ട് കുടുംബനാഥൻ കുരുത്തോലയിൽ നിന്നും കുരിശുണ്ടാക്കി അപ്പത്തിൻ്റെ നടുവിൽ വയ്ക്കുക. ഫയർ ഓൺ ചെയ്ത് വേവിക്കാൻ വെക്കുക. നന്നായി സ്റ്റീം വന്നു കഴിയുമ്പോൾ ഫയർ ലോയിൽ വെക്കാവുന്നതാണ്. ഏകദേശം 45 അല്ലെങ്കിൽ 50 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പച്ചമ്പിൻ്റെ അടപ്പ് എടുത്തതിന് ശേഷം ഒന്ന് കുത്തി നോക്കുക. സ്റ്റിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വെന്തെന്നാണ് ഉറപ്പ്. അങ്ങനെ ഓരോ പ്രാവശ്യവും അപ്പം ഉണ്ടാക്കി എടുക്കുക. മേൽപ്പറഞ്ഞ മിശ്രിതത്തിൽ നിന്ന് 3 കുരിശപ്പവും 4 സാധാരണ അപ്പവും ഉണ്ടാക്കാൻ സാധിക്കും. ഇനി നമുക്ക് പാല് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആവശ്യമായ ചേരുവകകൾ: തേങ്ങാപ്പാല് 1.5 തേങ്ങയുടെ പാല് പിഴിഞ്ഞത്. പാല് പിഴിയുമ്പോൾ ആദ്യം തലപ്പാല് എടുക്കണം. അതിനുശേഷം 2ാം പ്രാവശ്യം പിഴിഞ്ഞ് 2ാം പാല് മാറ്റിവെക്കണം. 3ാം പ്രാവശ്യം പിഴിഞ്ഞ് 3ാം പാലും എടുക്കണം. ശർക്കര ഉരുക്കിയത് ഏകദേശം 1/2 കിലോയിലും ഇത്തിരി കൂടി ആണ് ഞാൻ ചേർത്തത്. ആ ശർക്കരയൊന്ന് പൊടിച്ചിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഉരുക്കി അരിച്ചെടുക്കുക. ആറിയതിന് ശേഷം ജീരകം 1 ടീസ്പൂൺ, ഏലയ്ക്ക 20 എണ്ണം, ചുക്ക് ഒരു ചെറിയ പീസ് ഇടിച്ചത്, അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ കുറച്ച് വെള്ളത്തിലിട്ട് അലിയിച്ചു വെക്കുക. അപ്പത്തിൻ്റെ മാവിൽ നിന്നും 1 ടീസ്പൂൺ എടുത്ത് കുറച്ച് വെള്ളത്തിൽ അലിയിച്ചു വെക്കുക. എള്ള് 1 ടീസ്പൂൺ റോസ്റ്റഡ്, ജീരകം, ഏലയ്ക്ക, ചുക്ക്, ഇത്തിരി പഞ്ചസാരയും മിക്സ് ചെയ്ത് നന്നായി പൊടിച്ചെടുക്കുക. ഇനി ഉണ്ടാക്കുന്ന വിധം: ആദ്യം നമ്മൾ സാമാന്യം വലുപ്പമുള്ള സ്റ്റീൽ പാത്രമോ ചെറിയ കലമോ എടുക്കുക. ആദ്യം തേങ്ങാപ്പാല്, അതായത് 2ാം പാലും 3ാം പാലും ശർക്കര ഉരുക്കിയതും അത് അരിക്കണം കേട്ടോ. നേരത്തെ പറഞ്ഞ അലിയിച്ചു വെച്ചിരിക്കുന്ന 2 ചേരുവകളും ചേർത്ത് മിക്സ് ചെയ്യുക. ഫയർ ഓൺ ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം 15 അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിയുമ്പോൾ തിളച്ചു വരുന്ന പാല് ഏതാണ്ട് കുറുകി ഇരിക്കുന്നതായി കാണാം. ഇനി അഥവാ ആവശ്യത്തിന് കുറുകിയിട്ടില്ലെങ്കിൽ 1 ടീസ്പൂൺ അരിപ്പൊടി എടുത്ത് കലക്കി ഒഴിച്ചാൽ മതിയാകും.
എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം നന്നായി കുറുകി കഴിയുമ്പോൾ തലപ്പാൽ ഒഴിച്ച് ഇളക്കിക്കൊണ്ട് തിളപ്പിക്കണം. അല്ലെങ്കിൽ പാല് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. തിളച്ചു വരുന്നതിലേക്ക് പൊടിച്ച മിശ്രിതവും എള്ളും അല്പം ഉപ്പും ചേർത്ത് ഇളക്കുക. തിളച്ചു കഴിയുമ്പോൾ കുരുത്തോല കുരിശാകൃതിയിൽ പിഴിച്ച് പാലിലേക്കിടുക. ഫയർ ഓഫ് ചെയ്യുക. കുറച്ചു നേരം ആ പാല് വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ അടപ്പ് ഹാഫ് ഓപ്പൺ ചെയ്ത് വെക്കുക. അങ്ങനെ പെസഹ അപ്പവും പാലും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് അത്താഴത്തിന് ശേഷം കുടുംബനാഥൻ പ്രാർത്ഥിച്ച് മുറിച്ച് മുതിർന്ന കാരണവർ മുതൽ കൊച്ചുകുട്ടികൾ വരെയുള്ളവർക്ക് കൊടുക്കാവുന്നതാണ്. നമ്മുടെ പെസഹ അപ്പവും പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് വളരെ ഭക്തിപൂർവ്വം അത് മുറിച്ച് ഭക്ഷിക്കാം. അടുത്ത ഡിഷുമായി വീണ്ടും കാണുന്നതുവരെ ടാറ്റ, സൈനിങ് ഓഫ്.